ആ മാള് അവിടെ പോണ്. എന്റെ പൊന്നെ ലോൺ അടക്കാൻ പോണേ ചേച്ചി. പിന്നെ തിങ്കൾ മുതൽ ശനി വരെ ലോണല്ലേ. അവിടെ പോയപ്പോ അവിടെ ആരും ഇല്ല, തുറന്നിട്ടില്ല. ഇനിയും തന്നെ ഞാൻ രണ്ടാമത് ലോൺ പൈസ ഇങ്ങനെ കേറും. ഇങ്ങനെ വാ, കുറച്ചു നേരം കയറി വിൽക്കാം. അവിടെ കയറി എന്നിട്ട് പോകാം അല്ലേ. അവിടെ ഇരിക്കടി നീ. ആ കഴിഞ്ഞ പണിയൊക്കെ കഴിഞ്ഞ ചേച്ചിടാ. പണിയൊക്കെ കഴിഞ്ഞു, ഒരുമാതിരിയൊക്കെ കഴിഞ്ഞ്. ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അവരെവിടെ പോയെന്നാവോ. അവരെങ്ങും പോണു ഞാൻ കണ്ടില്ലട്ടാ. ഞാൻ ഇപ്പഴാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. ഞാൻ അപ്പുറത്ത് ചോദിച്ചു, ഞാൻ അവിടെ നിന്ന് ഇനിയും വരണ്ടേ ചേച്ചി, വെള്ളം നീന്തി വരണ്ടേ, അവിടെ ഒക്കെ നിറച്ച് വെള്ളമാണ്. നീ ഇവിടെ ഇരിക്കാ, അവര് വരുമ്പോ പോകാം. പിള്ളേരോട് പറഞ്ഞാ അതിങ്ങൊന്നും കൊണ്ടുപോകുന്നില്ല, ഞാൻ തന്നെ വന്ന. പിന്നെ എന്റെ ലോണൊന്നും കൊടുത്തേക്കോ കടന്ന് അവര് വരുമ്പോ. ഞാൻ പോകാൻ തന്നേക്ക്, ഞാൻ അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് എന്റെ കൊടുത്തേക്കങ്ങാട്. ഒടുക്കത്തെ ലോണല്ലേ, ഒടുക്കത്തെ ലോൺ. ഒന്നും പറയണ്ട, തീരണില്ല. തിങ്കൾ മുതൽ ശനി വരെ ലോണാണ്. ഞായറില്ലാത്തത് ഭാഗ്യം, ലോൺ തരാത്തത് ഭാഗ്യം. അന്നെങ്കിൽ അമ്മ ഞായർ കൊടുത്താന്. മരുമോളെന്തിയപ്പാ? മരുമോള് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പണിയും കഴിച്ച് കാലത്തൊക്കെ എല്ലാം ചെയ്ത്. എനിക്ക് ഞാൻ രാവിലെ ചായ തിളപ്പിച്ചു കൊണ്ട് വന്നപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. അതെ, അതെല്ലാ പണിയും ചെയ്തോളൂ. പുറത്തോട്ടൊന്നും അങ്ങനെ കാണാറില്ല അതിനാ. അപ്പൊ ഞാൻ ഒന്നിനും. കുടുംബശ്രീയിലെ പെണ്ണുങ്ങള് പറയണ ഷൈൻ ടീച്ചറെ മരുമോള് ഇത്തിരി കൂടിയതാണ്. ഇല്ലാതെ വെറുതെ കാണാറില്ലല്ലോ, അതായിരിക്കും. അത് ആൾക്കാരിന്ന് നേരില്ല അവക്ക്. അവക്ക് എപ്പോഴും പണിയും ഒക്കെ. ജോലിക്ക് വേണ്ട പെണ്ണ്, ജോലിക്ക് ഓൺലൈൻ വഴി തന്നെ ഇവിടെ നിന്ന് ചെയ്യണുണ്ട്. പക്ഷെ അത് നേരം കിട്ടണില്ല. ഇവിടുത്തെ പണി ഇപ്പൊ ഞാനൊന്നും തിരക്കാറില്ല. എന്നുവെച്ചാല് അവള് തന്നെ എല്ലാം ചെയ്തോളൂ. ഞാൻ കണ്ടിട്ടില്ല മര്യാദ കഴിഞ്ഞ ആ പെണ്ണിനെ, ഞാൻ കണ്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഹെൽമെറ്റും വെച്ചല്ലേ പോണത്. പിന്നെ ഒരാളുടെ മുഖത്തേക്ക് ചിരിക്കുകയും ഇല്ല പെൺകൊച്ചി. അപ്പൊ ഞാനപ്പ അതിനെ കൂടി അതെ ഹെൽമെറ്റ് ഇരിക്കൊണ്ടാ നമ്മ കാണാത്തത്. ചിരിക്കനൊക്കെ രാവിലെ കുളിക്കാൻ നനക്കൊക്കെ ചെയ്യല്ലെങ്കിൽ അതൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും. പിന്നെ രാവിലെ കുളിച്ച് റെഡി ആയിട്ടാണ് എന്നെ ചായ കുടിക്കാൻ വിളിക്കണത് തന്നെ. അതെ, പിന്നെ അതൊക്കെ നല്ല ഇതാ, നല്ല ഡീസന്റ്. രാവിലെ തന്നെ എനിക്ക് കുളിച്ച് റെഡി ആയിട്ട് അമ്മ ചായ എന്ന് പറയുമ്പോ ഞാനിപ്പ അങ്ങനെ നേരം വിളിക്ക് എഴുന്നേക്കാറില്ല. ഭാഗ്യോട്ടാ എന്റെ പൊന്നെ, എനിക്കത് നമ്മുടെ വീടിന്റെ അപ്പുറത്തെ ഉണ്ടൊരെണ്ണം. എന്നും ഇടിയാണ്, ഉച്ച കുത്തണം എഴുന്നേക്കണമെങ്കിൽ. ഇവിടെ നല്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്തെന്നാണ് അതിന്റെ പേര്? നമിതന്നാണ് പേര്. ഞങ്ങള് പിന്നെ പൊന്നൂസ് ഒന്ന് വിളിക്കും. ഒന്ന് വിളിക്കേച്ചി, ഞാൻ കണ്ടിട്ടില്ല അതിനെ മര്യാദക്ക് ഒന്ന് കല്യാണം കഴിഞ്ഞിട്ട്. ഭയങ്കര പനിയായിരിക്കും. പിന്നെ ഇവിടെ അടുക്കളയിൽ നിങ്ങോട്ട് വിളിക്കണേ, അതുമല്ല കാണാനൊരു ഐശ്വര്യല്ലേ. രാവിലെ കുളിച്ച് കുറിയും തൊട്ട്. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതെ അവക്കിപ്പോ തിരക്കിലായിരിക്കും. ഒന്ന് വിളിക്കേച്ചി. ഞാൻ എന്താണ് പേര്? പൊന്നൂസ്. പൊന്നൂസ്. പൊന്നോയ് എന്നെ ഞാൻ പറഞ്ഞ വിളിച്ചാ കേക്കോ, മനസ്സിലാവോ ആരാണ്? പൊന്നോ വേണ്ട മോനെ, വരൂല എളുപ്പണെങ്കിൽ. അവളിപ്പോ തിരക്കിലായിരിക്കും. ഇത്ര പാടാണ് അടുക്കളയിൽ അവളൊന്ന് വിളിക്കാനായിട്ട്. ഞാൻ വിളിക്കാല. പൊന്നോ, പൊന്നോയ്, പൊന്നോ. എളുപ്പാങ്കാലത്ത് മനുഷ്യനെ വിളിച്ചോണ്ടിരിക്കണം. ചേച്ചി ആയിരുന്നാ? എന്ത് എന്താ ഐശ്വര്യം നമ്മുടെ നാട്ടിലില്ല, ഇത്രേ ഐശ്വര്യം പെൺകൊച്ചി. രാവിലെ എഴുന്നേറ്റ് അതെ ഇന്നൊരു ദിവസം വേണ്ടി മാത്രമാണ് മോനെ. എല്ലാ ദിവസവും ചെയ്യണം നമ്മള്. സാറിലേച്ചി ഞാനേ ലോൺ അടക്കട്ടെ. നമുക്ക് പാടില്ല. മരുമോളുടെ ഫോടാക്കളൊന്നും മാറ്റാൻ പറയട്ടാ. അത് ഇടാറില്ല, അങ്ങനത്തെ ഡ്രസ്സ് അവള് ഇടാറില്ലടി മാളു. അവള് ഇന്ന് മാത്രം ഒന്ന് ഇട്ടതാണത്. ഞാൻ പോട്ടെ, പൈസ എന്റെ ലോൺ അടച്ചേക്കണോട്ടാ. മരുമോളോട് കൊടുക്കാൻ പറ. രാവിലെ ആളെ പറ്റിക്കാൻ കള്ളത്തരം പറഞ്ഞോണ്ട് വിളിച്ച് കയറ്റിയേക്കനാണ് മരുമോള. എന്റെ പൊന്നേ, അവളെല്ലായിടത്തും കൊണ്ടേ പറഞ്ഞു നടക്കരുത്. വേറെ ആരുടെ കയ്യിലല്ല കിട്ടിയത്. നല്ല മുതലിന്റെ കയ്യിലാണ് കിട്ടിയത്. ഈ പഞ്ചായത്ത് മൊത്തം അറിയും. ഇവിടെ ഉള്ള ഒരു സാധനം വിളിച്ചപ്പോ ഒന്ന് വരാതിരിക്കും, അതുമില്ല. എന്തൊരു കഷ്ടമാണെങ്കിൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂലേ. അമ്മ ചായയില്ലേ?